ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് പ്രപഞ്ചം, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. വീഡിയോ കാണുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടവറാണ്. എന്താണോ നമ്മുടെ നിലവിലത്തെ സാഹചര്യം അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു അട്ടിമറി സംഭവിക്കുക. വളരെ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുക. ഇതാണ് ടവർ പറയുന്നത്. അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടുക എന്നാണ്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നാണ് ടവർ. അതായത് നമ്മൾ പറയത്തില്ലേ, ഫോൾ ഓഫ് ദ ഐവറി ടവർ എന്നൊക്കെ പറയത്തില്ലേ, ദന്തഗോപുരം തകരുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ രാജാവും രാജാധികാരങ്ങളൊക്കെ നിലംപൊത്തുക എന്ന് പറയുന്നൊരു എനർജിയാണിത്. ഇത് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഒന്നുകിൽ ഡബിൾ എനർജി അല്ലെങ്കിൽ ഈ ടവർ വരുന്നുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കരമായ അട്ടിമറി തന്നെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഔട്ട് ബേസ്റ്റ് ആവുന്നതാവും. അപ്പോൾ പെട്ടെന്ന് ഈ മൂഡ് സ്വിങ്സൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വേറെന്തോ ആണ്, പക്ഷേ സംഭവിക്കുന്നത് അതിനേക്കാൾ അപ്രതീക്ഷിതമായ മറ്റെന്തോ ആണ്. അപ്പോൾ പെട്ടെന്ന് വായിന്ന് വീണു പോകുന്ന ചില വാക്കുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളുകൊണ്ടൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക, മറ്റുള്ളവർക്ക് മാനസിക സംഘർഷം ഉണ്ടാവുക, അതൊക്കെയാണ് ഈ ടവർ കാർഡ് പറയുന്നത്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ, പിന്നെ ഈ തല ഇറങ്ങി വീഴുക, മോസ്റ്റ്ലി വീഴുക, അതായത് നമ്മൾ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുക, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നമ്മൾ ഫെയിൻ്റായി വീഴുക, പിന്നെ വീഴുക എന്നൊരർത്ഥം. അത് എങ്ങനെയാകാം, അത് സൂക്ഷിക്കണം. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇതിന്. ഒരു നെഗറ്റീവ് കാർഡ് തന്നെയാണ് ടവർ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്രതീക്ഷിതമായിട്ട് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്നതിനാണ് ഈ പറഞ്ഞ ടവർ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കോൺഫ്ലിക്റ്റുകൾ, വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ കടുത്ത മെൻ്റൽ പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊരു വാർത്ത കേട്ടിട്ടേ നമ്മൾ അതിനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇനി എങ്ങാനും സംഭവിച്ചാലോ എന്നോർത്ത് പേടിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ ടവർ കാർഡ് കേട്ടോ. 2 കാർഡ് വന്നേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത് 4 ഓഫ് വാണ്ടാണ്. സെക്കൻഡ് കാർഡ് സ്റ്റാറാണ്. 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ, നമ്മൾ എന്താണോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വളരെ പാഷനേറ്റായിട്ട് എന്തിനെയാണോ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുക, നമ്മൾ ഒരു അപ്രീസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമുക്കൊരു ഏണിങ് കിട്ടുക എന്നൊക്കെയാണ് ഈ 4 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്. നമ്മൾ ഇപ്പോൾ ടാരോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റീഡിങ് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന് എഴുതുന്ന എക്സാം വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു എക്സാം ആയിരിക്കും. അങ്ങനെ ഒരു എനർജിയാണ് ഈ 4 ഓഫ് വാണ്ട്. നിങ്ങൾ ചെയ്തതിനെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തൊരു പ്രവൃത്തിക്ക് അതിൻ്റെ ഫലം കിട്ടുക, അതാണ് 4 ഓഫ് വാണ്ട്. ദെൻ ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് വർക്കാവുന്ന ദിവസം എന്നാണ് 4 ഓഫ് വാണ്ട്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. മാരേജ് ഓർ ആൻ എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു റിലേഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതാവാൻ സാധ്യതയുണ്ട്. ഇത് മറ്റേതോ നാട്ടിൽ നിന്നും ഹോം കമ്മിങ് ആണ്, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. അത് 4 ഓഫ് വാണ്ടാണ്. ഇനി ട്വിൻ ഫ്ലെയിം സങ്കല്പത്തിലുള്ള അങ്ങനെ ഉള്ളൊരു റിലേഷൻഷിപ്പിലാണ് ഞാനുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ ദിവസമാണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. അത്രയാണ് 4 ഓഫ് വാണ്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം തോന്നുക, വളരെ സമാധാനമായിട്ടിരിക്കാൻ തോന്നുക. അതുപോലെ നിങ്ങൾ സമാധാന ഇല്ലായ്മയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ, നല്ലൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എത്ര കൂടുതൽ നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു അത്ര കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത്, നമുക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമുക്ക് അതിനെ പ്രസരിപ്പിക്കാൻ പറ്റുന്നത്. ദെൻ ഈ സ്റ്റാർ എന്ന് പറയുന്ന കാർഡ്
പ്രൊഡക്ടിവിറ്റിയുടെ കാർഡാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു ന്യൂ ബേബി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാവാം, നമ്മൾ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതാവാം, അല്ലെങ്കിൽ കുഞ്ഞുമാവ വന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു ഡെലിവറി കേസ് നമ്മൾ അറിയുന്നതാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായെന്ന് നമ്മൾ അറിയുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ നമുക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ്, വളരെ സന്തോഷമുള്ള പ്രതീക്ഷയുള്ളൊരു ദിവസമായിട്ടാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. പിന്നെ ഒരു ഹീലിംഗ്, നിങ്ങൾ ചിലപ്പോൾ ഹീലിംഗ് എടുക്കുന്നുണ്ടാവും, നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന ആളുകളാവാം, ചിലപ്പോൾ ടാരോ റീഡ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, അല്ലെങ്കിൽ അത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. അതൊരു തരം ഹീലിംഗ് ആണല്ലോ. അതുപോലെ ഹീലിംഗ്, ഇന്ന് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലിംഗ് ആകാനും സാധ്യതയുണ്ട്. മറ്റുള്ളവർ വന്ന് നിങ്ങളോട് അവരുടെ വിഷമങ്ങൾ പറയുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്നിട്ട് ഒന്ന് മരുന്ന് തേച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് തൊട്ടാൽ മതി, ഇന്ന ദിവസം അവരുടെ പെയിനൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഹീലിംഗ് എഫക്റ്റ് ഉള്ള ദിവസമാണ് നിങ്ങൾക്ക്. നിങ്ങളും ഹീലാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങളെ കുറച്ച് ആളുകൾ പറയുന്നുണ്ടാവും, അവൾ തൊട്ടാൽ വേദന പോകുമെന്നോ അല്ലെങ്കിൽ അവളോട് സംസാരിച്ചാൽ വിഷമം മാറുമെന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഒരു പ്രതീക്ഷ അറ്റ് നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ തോന്നുന്നു എന്നാണ്. ഒരു നല്ലത് എന്തോ നടക്കാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട്. ദെൻ 5 ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റിൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, പാസ്റ്റിൽ എന്തൊക്കെയോ പ്രിയപ്പെട്ടതായിരുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അതിനെ ഓർത്ത് വേദനിച്ച് നിൽക്കുന്ന ആളുകളാണ്. അതായത് പാസ്റ്റിലത്തെ കാര്യമാണേ, അത് പോയി, അത് വന്നതുപോലെ പോയി, ഇനി അതിന് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ അത് തന്നിട്ട് പോയ കുറേ വേദനകളുണ്ട്, അത് തന്നിട്ട് പോയ കുറേ പാഠങ്ങളുണ്ട്. അപ്പോൾ ആ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക. ഇവിടെ ഒരു കറുത്ത ഉടുപ്പിട്ട ആളെ കാണാം. ഇയാൾ മറിഞ്ഞു വീണ് കിടക്കുന്ന കപ്പുകളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഇയാൾക്ക് ചുറ്റും നിറഞ്ഞ കപ്പുകളുണ്ട്. ഇയാൾ കറുത്ത ഉടുപ്പൊക്കെ നിൽക്കുന്നതുകൊണ്ട് തോന്നും ഇപ്പം തന്നെ പുഴ ചാടി ചത്തുകളയാന്ന് വിചാരിക്കും, നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷേ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇയാൾക്ക് വേണമെങ്കിൽ ഈ നിറഞ്ഞ കപ്പുകളെടുത്ത് ഈ പാലം വഴി ഇയാളുടെ ഡെസ്റ്റിനേഷനായ ഈ കൊട്ടാരത്തിലേക്ക് വേണമെങ്കിൽ അയാൾക്ക് പോകാം. പക്ഷെ മണ്ടനായ ഇയാൾ പഴയ വേദനയിൽ ആ വേദനയെ വീണ്ടും ഓർത്തോർത്ത് വേദനിച്ചിരിക്കുന്ന മണ്ടനാണിത്. ഇത് നമ്മളാണെന്ന് വിചാരിക്കുക. അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യം, അത് നമ്മുടെ ലൈഫിലേക്ക് വന്നത് എന്തോ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അത് ഓർത്ത് മോങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് ചുറ്റും നോക്കുക. നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനെ എടുക്കുക. സുഖമായിട്ട് പാലം മുറിച്ച് കടന്ന് അപ്പുറത്ത് കൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ചുറ്റുമുള്ള നല്ലതിനെ കാണുന്നില്ല. ഈ അടച്ചിട്ട് ഒരു വാതിലെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അപ്പുറത്ത് തുറന്നു നടക്കുന്ന 100 വാതിലുകൾ നമ്മൾ കാണാത്തെന്ന് പറയുന്ന പോലെ നമ്മൾ മണ്ടന്മാർ പോയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കും. പക്ഷേ ചുറ്റുമുള്ള വളരെ മനോഹരമായ നല്ല കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ ആ എനർജിയിൽ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്കിന്ന് ഓഫറുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അതിനെ മേക്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കേണ്ട, ചുറ്റും നോക്കൂ, നിങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട്, അതിനെ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ഒരു പുതിയ തുടക്കം എന്നാണ്. ഒരു പുതിയ പ്രോജക്റ്റ്, പുതിയ ജോബായിരിക്കാം, ഒരു പുതിയ പ്രോജക്റ്റ്. ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ പ്രോജക്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നതായിരിക്കാം. ഇവിടെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുവാവ, ഒരു ന്യൂ ബേബി കോൺസെപ്റ്റാണ്. കുഞ്ഞുവാവ ലൈഫിലേക്ക് എൻട്രി ഉണ്ടാവുന്നതാവാം. അങ്ങനൊരു എനർജി ഉണ്ട്. ഇന്ന് നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുന്നതാണെങ്കിലും ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടെന്നുള്ളത് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഈ വാളിൻ്റെ തലപ്പത്ത് നോക്കുക, നിങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കിരീടം ചൂടിയ ആളാണ്. അപ്പം കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുക. വ്യക്തമായി ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് 1000 വട്ടം ആലോചിക്കുക. ആലോചിച്ച് ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എടുത്ത തീരുമാനവുമായി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരുടെ ചതി ഏൽക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങുന്നവർ ആലോചിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിലുണ്ടാകും. അത് നെഗറ്റീവല്ല. നിങ്ങളപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല വിജയമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. ഇനി ഒരു
ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വഴക്കുകൾ ഉണ്ടാവുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതൊരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. കോൺഫ്ലിക്റ്റുകളും ആർഗ്യുമെൻറ്റുകളും ഉണ്ടാവുക, വഴക്കുകൾ ഉണ്ടാവുക എന്നൊക്കെയുണ്ട്. അതിന് കാരണം നമുക്ക് മെൻ്റൽ ക്ലാരിറ്റിയിൽ അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല, അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ഇവൻ എന്നെ എന്തോ പറഞ്ഞതാണോ, ഇവൾ എന്നെ എന്തോ പറഞ്ഞതാണോ എന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ് വഴക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാരിറ്റി ഉണ്ടാക്കുക. ആ ക്ലാരിറ്റിയുടെയും കൂടെ കാർഡാണ് ഏസ് ഓഫ് സോഡ്, മെൻ്റൽ ക്ലാരിറ്റി വരിക. ഓക്കെ, അത്രയാണ് ഈ ഏസ് ഓഫ് സോഡ്. പുതിയൊരു പ്രോജക്റ്റ്, പുതിയൊരു സംരംഭം കേട്ടോ, പുതിയൊരു തുടക്കമാണെന്നാണേ. ദെൻ 8 ഓഫ് സോഡ്, ഇതും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതായത് കോടതി വിധി കാരണം, കോടതി വിധി എതിരാവുന്നത് കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആളുകളുടെ എനർജിയോ അല്ലെങ്കിൽ പെട്ടുപോയി നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് നമ്മൾ പെട്ടുപോകുന്ന ആളുകളുടെ എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ തന്നെ യുക്തിചിന്തയാണ്. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ചിന്തയും നമ്മുടേതായ ഒരു ഇൻഡ്യൂഷനും ഉണ്ട്. ആ ഇൻഡ്യൂഷന് കൃത്യമായിട്ടും അറിയാം, നമ്മുടെ സോളിന് അറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് കൃത്യമായി ഇൻഡ്യൂഷൻ രൂപത്തിൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ പറയുന്നത് നമ്മളോട് തന്നെ ആയതുകൊണ്ട് നമുക്കതിന് വിലയില്ല. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻഡ്യൂഷൻ ഉണ്ടല്ലോ, പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് എന്നാൽ പോകരുതെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നെങ്കിൽ എന്നാൽ പോയേക്കാമെന്ന് തീരുമാനിക്കും. കാരണം നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മളെ ഏറ്റവും നന്നായി വിശ്വസിക്കുക, നമ്മളെ ഏറ്റവും നന്നായി സ്നേഹിക്കുക. ഞാനാണ് എൻ്റെ ഏറ്റവും നല്ല ഗുരു എന്ന് മനസ്സിലാക്കുക. ഇത് 8 ഓഫ് സോഡ് മറ്റുള്ളവരുടെ പലവിധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ട്രാപ്പിലായി പോകുന്നൊരു എനർജിയാണ്. നമ്മൾ ട്രാപ്പിലായിപ്പോയിന്ന് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനാവാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ 8 ഓഫ് സോഡ്. നെഗറ്റീവ് തോട്ട്സിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുവാണ്. കുറേ ലിമിറ്റിംഗ് ബിലീഫിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുവാണ്. എന്നെക്കൊണ്ടത് പറ്റില്ല, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ള അവനവനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവനവനെ ഓരോ കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പല പ്രശ്നങ്ങളുള്ളവരായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ചലിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഇപ്പോൾ ടാരോ കണ്ടാലും ശരി, ഗൈഡൻസ് എടുത്താലും ശരി, നിങ്ങൾ കൗൺസിലിംഗ് എടുത്താലും ശരി, ഹീലിംഗ് എടുത്താലും ശരി, ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുത്ത് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളതെടുക്കാത്തത് കൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ വന്നത് അത് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ബെനിഫിറ്റാണ്. ഇനി മേലാൽ അങ്ങനെ ചെയ്താൽ ഞാൻ ഇനിയും പെട്ടുപോകും എന്നുള്ളൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടവർക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പോകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുടെ എനർജിയാണിത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 8 ഓഫ് സോഡ് എന്ന് പറഞ്ഞ എനർജി പറയുന്നത്. ട്രാപ്പിലായി പോയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ, ആ ട്രാപ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്, നിങ്ങളാണ് അതിൽ പെട്ട് നിൽക്കുന്നത്, നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ പുറത്ത് കടക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത. അങ്ങനെ നിങ്ങൾ പുറത്ത് കടക്കണം എന്നാണ് പറയുന്നത്. ദെൻ 10 ഓഫ് കപ്സ് ആണ്. എനിക്ക് ഈ കാർഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഏതൊക്കെയോ ഫാമിലി ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഫാമിലിയിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ തിരിച്ചും പറയും, പേഴ്സണലി നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ ഫാമിലിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ ഹാപ്പി ആണെങ്കിലാണ് നമുക്ക് പേഴ്സണലി നമുക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭയങ്കര ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണെങ്കിൽ ഒരിക്കലും ഇത് പറ്റത്തില്ല. അപ്പോൾ ഫാമിലിയിൽ ഹാപ്പിനെസ് വരിക, അതാണ് ഈ 10 ഓഫ് കപ്പ്. ഫാമിലി യൂണിയൻ ഉണ്ടാവുക, പരസ്പരം ജോലിയും മറ്റ് പല ആവശ്യങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ആളുകൾ ഒന്നുകൂടുക, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. മക്കളും ഹസ്ബൻഡ് ആൻഡ് വൈഫും വീടും അവരുടെ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ഒരാൾക്ക് വേറെ ചിന്തകളൊന്നുമില്ല, നമ്മൾ ഇരിക്കുന്നിടം സ്വർഗ്ഗമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രഗിളില്ല, നമ്മൾ സ്ട്രെസ്ഫുൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും കൂടെ ചിന്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ദിവസമാണ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. വലിയ വില കൂടിയ വസ്ത്രമല്ല, വൃത്തിയുള്ള ഭംഗിയുള്ള വസ്ത്രം വൃത്തിയായി ധരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. നല്ലപോലെ ചിരിച്ച് സംസാരിക്കുക. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ പെരുമാറുക. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങളിന്ന്
പുറത്തെടുക്കണം. അതാണ് ഇത് ഈ 10 ഓഫ് കപ്പ്. അത് നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ബഹിർസ്ഫുരണം എന്ന് പറയത്തില്ലേ, നമ്മൾ എത്രത്തോളം ഉള്ളിൽ ഹാപ്പിയാണോ അത്രയുമേ നമുക്ക് പുറമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉള്ളിൽ വളരെ ഡെസ്പാണെങ്കിലും നമുക്ക് ചിരിച്ച് കാണിക്കാനേ പറ്റുള്ളൂ, ആ ചിരി അഭിനയിക്കാനേ പറ്റുള്ളൂ, ശരിക്കുള്ള ചിരി പുറത്ത് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് പെട്ടെന്ന് അവിടെ ഒരു ഡിപ്രഷൻ വരും. അപ്പോൾ അങ്ങനല്ല, വളരെ ഓപ്പണപ്പായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നമ്മളിന്ന് സമയം സ്പെൻഡ് ചെയ്യണം. നമ്മളിന്ന് എല്ലാവരും നമ്മുടെ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യും, എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കും. വെറുതെ ജസ്റ്റ് ഒരു ചായയും കുടിച്ച് എന്തെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നൊരു സൊറ പറഞ്ഞിരിക്കേണ്ട ഒരു 5-10 മിനിറ്റ് മതി. പക്ഷെ അതൊരു മെമ്മറിയാണ്. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി അവരെവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഫാമിലി ലൈഫിൽ. അപ്പോൾ അതൊക്കെ മെമ്മറീസാണ്, മേക്കിംഗ് മെമ്മറീസാണ്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മെമ്മറീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫാമിലിയിലാണ് ആദ്യത്തെ അതിൻ്റെ ഒരു ചുവടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത് അങ്ങനത്തെ ഒരു ദിവസമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ദെൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് വളരെ താല്പര്യമായിരിക്കും. ഭയങ്കര വാത്സല്യമായിരിക്കും എല്ലാവരോടും സാരമില്ല പോട്ടെ എന്ന് പറയാൻ പറ്റും. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ പോലും സാരമില്ലടാ പോട്ടെ, പറ്റിപ്പോയതല്ലേ, സാരമില്ല, അറിയാതെയല്ലേ എന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഒരമ്മയുടെ മനസ്സാണെന്ന്, വാത്സല്യമാണെന്ന് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും ഹീൽ ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും വേദനകൾക്ക് സൂത്തൻ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും അവരെ ഹീൽ ചെയ്യാനും പറ്റും. അതാണ് ഈ ക്വീൻ ഓഫ് കപ്പ് പറയുന്നത്. എന്ന് ഞാൻ ആദ്യം ഈ പറഞ്ഞ കാർഡിൻ്റെ എക്സ്പ്ലനേഷനാണ് ശരിക്കും ഈ കാർഡിന് വരേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. ഇത് കാണുന്നത് ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, നിങ്ങൾക്ക് പോകാൻ തോന്നുന്ന സ്ഥലത്ത് പോവുക, നിങ്ങൾക്ക് ഇടാൻ തോന്നുന്ന ഡ്രസ്സ് ഇടുക, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ പരിപാലിക്കുക. അതാണ് ഈ എനർജി. സെൽഫ് ലവ് ചെയ്യുക, ഹീൽ ചെയ്യുക, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക. നമ്മളെ തന്നെ ഹഗ് ചെയ്യുക, നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക. നമ്മൾ തന്നെ നമ്മുടെ കവളിൽ തൊട്ടിട്ട് ഇങ്ങനെ പോട്ടെ സാരമില്ല നമ്മൾ ആശ്വസിപ്പിക്കത്തില്ലേ, നമ്മളെ തന്നെ ഹഗ് ചെയ്യത്തില്ലേ, നമ്മളെ തന്നെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കണം. നമ്മളെപ്പോഴേലും തൊട്ട് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ദേഹത്തെല്ലാം നമ്മൾ തന്നെ ഒന്ന് തൊട്ടൊക്കെ നോക്കണം. അപ്പോൾ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്കാണ് നമ്മളെ സ്നേഹിക്കാൻ പറ്റും. നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നമ്മളെ തൊട്ട് നോക്കുകയും തലോടുകയും സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ശരീരവും ആത്മാവും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർ വന്നാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സ്നേഹം ഒരിക്കലും മറ്റുള്ളവരിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കരുത്. അത് പറഞ്ഞ പോലെ ഹീലിങ്ങിൻ്റെ ദിവസമാണ്. ഹീൽ ചെയ്യാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും നമ്മൾ ഹീൽ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ വേദനകൾ പറയാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞൊന്ന് റിലാക്സ്ഡ് ആവേണ്ട ഒരു ദിവസമൊക്കെയാണ്. മജീഷ്യൻ്റെ കാർഡാണ്. മത്സര പരീക്ഷകളിലോ എന്തെങ്കിലും മത്സരങ്ങളോ കോമ്പറ്റീഷനോ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളായിരിക്കും ഒന്നാമൻ. മജീഷ്യൻ എന്ന് പറയുന്ന ഒന്നാമനാണ്. എല്ലാ റിസോഴ്സുകളും കയ്യിലുണ്ട്. പണത്തിന് പണമുണ്ട്, കഴിവിന് കഴിവുണ്ട്, ബുദ്ധിക്ക് ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ എല്ലാം നിങ്ങളുടെ ഇമോഷൻസ്, നല്ല ഇമോഷൻസ് എല്ലാം ഉള്ള എല്ലാ കഴിവുകളും ഒത്തുചേർന്ന ഒരാളായിട്ടാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇന്ന് എന്താഗ്രഹിച്ചാലും കിട്ടും. എല്ലാ മാനിഫെസ്റ്റേഷൻസും വർക്കാക്കി എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യണം, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്ന് ചേരുമെന്നാണ് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് മജീഷ്യൻ. ഒന്നാമനാണ്. ഇന്ന് എന്ത് ചെയ്താലും അത് സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് പൂജ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, സ്പെഷ്യൽ വർഷിപ്പിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സമ്മാനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. സമ്മാനം കിട്ടുക, സമ്മാനാർഹനാവുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലൊക്കെ നിൽക്കാനായിട്ട് പറ്റും. അതാണ് മജീഷ്യൻ എനർജി പറയുന്നത്. ദെൻ 7 ഓഫ് പെൻറ്റക്കിളാണ്. ഇത് നിങ്ങൾ ലോങ് ടേം വ്യൂവിലേക്ക് നോക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷെ പണം നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ ലോങ് ടേം വ്യൂവിലേക്കാണ് നോക്കുന്നത്. ഇപ്പം ഞാനൊരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചാൽ ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ നമുക്കൊരു മാർഗ്ഗം അല്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ലോങ് ടേം വ്യൂവിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഫലവത്തായിട്ട് ഉപയോഗപ്രദമായ രീതിയിൽ ഫ്യൂച്ചറിലേക്കും കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അത് എങ്ങനെ മേക്ക് യൂസ് ചെയ്യാം,
ഇപ്പോൾ കിട്ടിയിട്ട് അതെങ്ങനെ മേക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന ദിവസമാണ്. ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ട്, പേടിക്കേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള പണം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ പണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് ഇന്ന ദിവസം വന്നു ചേരും. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പണം ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ബോട്ടം ഹീറോഫൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിരിക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോവോ, പള്ളിയിൽ പോവോ, അവിടുത്തെ പള്ളിയിലച്ചനോടോ പൂജാരിയോടോ ഒക്കെ സംസാരിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയക്കാരെ കാണുക, അവരോട് എന്തെങ്കിലും റെക്കമെൻഡേഷൻസുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതുപോലെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മത മേലധ്യക്ഷന്മാരാവാം, സാമുദായിക നേതാക്കന്മാരാവാം, അങ്ങനെയുള്ള സമൂഹത്തിൽ കുറച്ച് ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ, ആ ആളുകളിൽ ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകാനാവാം സാധ്യതയുണ്ട്. അതുപോലെ ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. സ്പിരിച്വൽ പേഴ്സണിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിച്ച് ഒരുപാട് നാൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ദിവസം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും നാച്ചുറോപ്പതിയോ ആയുർവേദമോ അങ്ങനെയുള്ള ഏതെങ്കിലും മരുന്നുകൾ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഇനി നിങ്ങളുടെ കുറച്ച് പണമുണ്ട്, നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ട്രഡീഷണൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റേ ചെയ്യാവുള്ളൂ. ബാങ്കിൽ ഇടുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഫിക്സേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ട്രഡീഷണൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നേ ദിവസം ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹീറോഫിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത് ഇതാണ്. വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും, അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? അൺലൈക്ലി, സാധ്യതയില്ല എന്നാണ്. ഒരു കാര്യം നിങ്ങൾ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അസാധ്യമാണ്, അല്ലെങ്കിൽ അത് സാധ്യതയില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ നോട്ട് സപ്പോസ് ടു ഗിവ് അപ്പ് എനി ഓഫ് ദി തിങ്സ് ബിക്കോസ് ഓഫ് ഷോർട്ട് ടേം ഗോൾ സെറ്റിങ്സ്. അത് നിങ്ങൾ കുറച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ ഒരു കാര്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കടന്നോടുക, ഒന്നും നടക്കുന്നില്ല, അപ്പോൾ നമ്മൾ ഗീവ് അപ്പ് ചെയ്യുക. അങ്ങനല്ല, നമ്മളതിനെ ലോങ് ടേം വ്യൂവിൽ കാണുക. ഇവിടെ പറയുന്നതല്ല, ലോങ് ടേം വ്യൂവിൽ കാണുക. അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. മെല്ലെ 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 കൂട്ടി വെച്ചിട്ട് പലതുള്ളി പെരുവെള്ളമാക്കുക. അപ്പോൾ വെയിറ്റ് ചെയ്യണം. പതുക്കെ അതാവത്തുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളതിനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് തീർച്ചയായും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ദെൻ റിമെയിൻ പോസിറ്റീവ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അത് ഇന്ന് സംഭവിക്കില്ല എന്നേ ഉള്ളൂ, അതെന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ബോട്ടം അബണ്ടൻസ് ആണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന, വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ധാരാളം സ്വത്ത് സമ്പാദ്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, സമാധാനം, പണം, ജോലി, ജോബ് ഓഫർ ഒക്കെ നിങ്ങളിലേക്ക് വരും. അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എത്ര ഹാപ്പിയാണോ, എത്ര പോസിറ്റീവാണോ അത്രത്തോളം ഹെൽത്തും വെൽത്തും നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമേ കാണാം. താങ്ക് യു സോ മച്ച്.